എൻ്റെ പേര് പ്രമോദ് കുമാർ കെ.ആർ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ പ്രാവച്ചമ്പലം എന്നുള്ള സ്ഥലത്താണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പാറശാല രൂപതയിൽ ഉൾപ്പെട്ട പ്രാവച്ചമ്പലം സെൻറ്റ് ജോർജ് ഇടവകയിലെ അംഗമാണ്. ഞാൻ 2019 മുതൽ എൻ്റെ ജോലി സംബന്ധമായ ആവശ്യാർത്ഥം ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം ഇതിനടുത്ത് മുണ്ടിയേരുമ എന്നുള്ള സ്ഥലത്ത് താമസിച്ച് വരുന്ന കുടുംബമായിട്ട് ഇപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലെ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്ത് വരികയാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ, ഭാര്യ, 3 ആൺമക്കൾ, എൻ്റെ അമ്മ, ഇത്രയും പേരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഈ മരിയൻ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ, എൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ആദ്യമായി നിങ്ങളോട് പങ്കുവച്ചതിന് ശേഷം എൻ്റെ നിയോഗത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കുണ്ടായ 3 ബോധ്യങ്ങൾ, അതായത് മരിയൻ ഉടമ്പടിയിലൂടെ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ 3 ബോധ്യങ്ങളിൽ ഒന്നാമതെന്ന് വെച്ചാൽ, നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ അതിന് നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. അപ്പം ഏത് അനുഗ്രഹം നമുക്ക് വേണമെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് ബോധ്യമായത് ഈ ഉടമ്പടി എടുത്ത ശേഷമാണ്. ഈ വിശ്വാസത്തോടെ പ്രാർത്ഥന, വെറും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയല്ല, പ്രവൃത്തി കൂടെയുള്ള വിശ്വാസം. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും അനുഗ്രഹവും നമുക്ക് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് സാധിച്ചു തരും. രണ്ടാമത്, നമ്മൾ ദൈവത്തെ സംശയിക്കാതിരിക്കുക. ഏത് വലിയ ആഗ്രഹവും അനുഗ്രഹവും നമുക്ക് കിട്ടാനും നമ്മൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. നമ്മളറിയേണ്ടത് ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വശക്തനാണ്, സർവ്വാധിപനാണ്, മഹോന്നതനാണ്, അത്യുന്നതനാണ്. അതിനപ്പുറം വേറെ ആളില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു ശക്തിയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ അവിശ്വാസം കാണിക്കരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുക. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എല്ലാവരും പറയുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറയും, ഈ പറയുന്നവർക്കെല്ലാം പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ ഈ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന നമുക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ ഒക്കുള്ളൂ. പക്ഷേ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചാൽ, പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം, ദൈവത്തെ സംശയിക്കാതിരിക്കുക, അതുപോലെ തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ ഉടമ്പടിയോടൊപ്പം ചേർത്ത് വെച്ചാൽ നമുക്ക് നടക്കുന്നു കിട്ടാത്ത ഒരു അനുഗ്രഹവും ഇല്ല എന്നുള്ളത് എൻ്റെ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വ്യക്തമായൊരു കാര്യമാണ്. ഇത് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഈ ഉടമ്പടി എടുത്ത ശേഷം. നേരത്തെ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ വിചാരിച്ചു ഞാനൊരു തെറ്റില്ലാത്തൊരു ക്രിസ്ത്യാനിയാണ്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി യോഗ്യതയില്ലെങ്കിലും കുർബാന സ്വീകരിക്കുന്നുണ്ട്. അത്യാവശ്യം കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്താൽ മതി, നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു വയ്ക്കുള്ളൂ, നമുക്ക് സ്വർഗ്ഗരാജ്യത്തിന് അവകാശമായി തീരും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു മിഥ്യാധാരണ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും ഒക്കെ ഈ ഉടമ്പടിക്ക് ശേഷം സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുമ്പസാരം. നേരത്തെ ഒരു ഒരുക്കവും ഇല്ലാതെ കുമ്പസാരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കുമ്പസാരിക്കുമ്പോഴെല്ലാം നല്ലപോലെ ഒരുങ്ങി കുമ്പസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് ഏറ്റവും ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് മാറിയത് ബൈബിൾ ഞാൻ കയ്യിലെടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിലെ മൊത്തം മാറ്റിമറിച്ചത് നമ്മുടെ വിശുദ്ധ ബൈബിളാണ്. മനസ്സിലായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈബിൾ വായിച്ച് ഗ്രഹിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് നമുക്ക് വെറുതെ ബൈബിൾ വായിച്ച് പോകാനല്ലാതെ അതെന്താണ് നമ്മളോട് സംസാരിക്കുന്നത്. ശരിക്കും ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പിൻബലം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ബൈബിൾ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു വചനം എടുത്താൽ, എൻ്റെ അനുഭവമാണത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ചില വചനങ്ങൾ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ നമ്മുടെ ഉച്ചം തല മുതൽ ഉള്ളംകാല് വരെ ഒരു വല്ലാത്തൊരു പെരുപ്പും ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. നമുക്ക് അത് ശരീരത്തിൽ ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം ഈ ഉടമ്പടി എടുത്ത ശേഷം മാത്രമാണ് ഈ ബൈബിള് ഇത്രയും ശക്തിയോടെ, ഇത്ര വലിയ ശക്തിയുണ്ടെന്നും ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. അതുപോലെ നമ്മൾ ഈ ഉടമ്പടിയിൽ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ കാണാത്ത ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റും? അത് ഒരു വലിയ ചോദ്യമായിരുന്നു എൻ്റെ മുമ്പിൽ. അപ്പോഴാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനത്തെ സ്നേഹിച്ചാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അപ്പോൾ വചനത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ വചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കുന്നു നോക്കിയപ്പോഴാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അത് യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ 3 അധ്യായങ്ങളും, മലയിലെ പ്രസംഗം എന്നുള്ള ആ 5, 6, 7 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് വായിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ വളരെ എളുപ്പമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ശരിക്കും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിലുണ്ടായ പ്രധാനമായ മാറ്റങ്ങൾ. ഇനി ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസം 18-ാം തീയതിയാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കെതിരെ ഒരാൾ കൊടുത്ത പരാതിയിന്മേൽ അതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ കുറച്ചു കാലം അച്ചടക്ക നടപടിയുടെ ഭാഗമായി എനിക്ക് സർവീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ ഒരു വിഷമഘട്ടത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത്. ഇവിടെ കടന്നു വന്നപ്പോഴോ ഉടമ്പടി എടുത്തപ്പോഴോ ഒന്നും എനിക്ക് യാതൊരു വിശ്വാസമില്ലായിരുന്നു. ഈ ഉടമ്പടി നിബന്ധനകളെല്ലാം തന്നെ ഞാൻ വളരെ യാന്ത്രികമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. വാച്ച് നോക്കിയിട്ട് കൃത്യം അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഉടമ്പടി പത്രം നമ്മുടെ ഈ കൃപാസന പത്രം കൊടുത്തു തീർക്കാൻ തന്നെ ഏകദേശം 1 മാസത്തോളം വേണ്ടി വന്നു. ആദ്യത്തെ 1 കെട്ട് പത്രം കൊടുക്കാൻ തന്നെ 1 മാസത്തോളം വേണ്ടി വന്നു. വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. കുമ്പസാരിക്കുക ഒരുങ്ങിയൊന്നും ചെയ്തില്ല. ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം മുതൽ തന്നെ തിരികെ വെച്ച് പ്രാർത്ഥന തുടങ്ങി. ആ ദിവസമാണ് എനിക്ക്
കൊല്ലത്തു നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായത്. അദ്ദേഹത്തിനും എന്തോ ജോലി സംബന്ധമായ കേസും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം സസ്പെൻഷനിലായിരുന്നു. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിനെ തിരിച്ച് സർവീസിൽ പ്രവേശിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി എൻ്റെ ആവശ്യവും ഈ ഉടമ്പടിയുടെ പരിധിക്കുള്ളിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ കടന്നുപോയി. പക്ഷേ ഒരു മാറ്റവും ഇല്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥനയും ബാക്കി ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും എൻ്റെ നിയോഗങ്ങളൊന്നും കടന്നു കിട്ടുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഒരു ദിവസം രാത്രി 9 മണിയായി കാണും. അപ്പോൾ ഒരു കണ്ണൂരിൽ നിന്നുള്ള ഒരു ജെസ്സി എന്നുള്ളൊരു ചേച്ചിയുടെ ഒരു സാക്ഷ്യം ഇങ്ങനെ സംപ്രേഷണം ചെയ്യേണ്ടായി. അപ്പോൾ നമുക്ക് സാക്ഷ്യം പറയുന്ന ആളിൻ്റെ പുറകിൽ നമ്മുടെ ഈ മാതാവിൻ്റെ രൂപം കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് വിശ്വസിക്കുകയോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ സാക്ഷ്യം കേട്ട് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളെ ഈ മാതാവിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ നടുക്കായിട്ട് നമ്മുടെ ഈ പുറകിലുള്ള ഈശോയുടെ ഒരു രേഖാചിത്രം പോലുള്ള രൂപം, അതായത് ആ നെറ്റി, പിരികം, കണ്ണ്, മൂക്ക്, ചുണ്ട്, മീശ, താടി, ഇത്ര നല്ല വ്യക്തമായിട്ട് കാണാം ഒരു രൂപം ഈ മാതാവിൻ്റെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് വിശ്വസിച്ചില്ല ശരിയാണോ സത്യമാണോ എന്നുള്ളത്. പെട്ടെന്ന് ഞാനത് അടച്ചു വെച്ചു, മതിയാക്കിയിട്ട് പോയി കിടന്നു. അപ്പോൾ എനിക്ക് ബോധ്യമായി എൻ്റെ ഉടമ്പടി എന്തായാലും ദൈവം അംഗീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അടയാളമാണ് ഇപ്പോൾ ഈ കണ്ടതെന്നുള്ളത് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഉടനെ തന്നെ അധികം താമസമില്ലാതെ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നിങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഇരുന്നു. വീണ്ടും ദിവസങ്ങളും ആഴ്ചകളൊക്കെ ഇങ്ങനെ കടന്നുപോയി. പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല അത്. അപ്പോൾ ഞാനവിടെ ഏകദേശം ഒരു മാർച്ച് മാസം സമയമായി. അപ്പോൾ ഞാൻ അവിടെ ഇടുക്കിയിൽ ഞാൻ താമസിക്കുന്നിടത്ത് ഒരു 1 ഏക്കർ സ്ഥലത്ത് ഞാൻ ഏലം കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് നല്ല ഉണക്കായി. അപ്പോൾ ഏലത്തിന് അത്യാവശ്യം വേനൽക്കാലത്ത് വെള്ളം നനയ്ക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് വെള്ളത്തിന് കുറച്ച് ക്ഷാമമുള്ള സമയമാണ് അറിഞ്ഞു. അപ്പോൾ ഞാനും കുറച്ച് ദൈവമേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ പെയ്താൽ എനിക്കൊരു അടയാളവുമാവും, ഈ ചെടിക്കൊക്കെ ഒന്ന് ദൈവത്തെ പരീക്ഷിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്ന് നനഞ്ഞ് കിട്ടുകയും ചെയ്യും, എനിക്കൊരു അടയാളമാവും. പെട്ടെന്ന് എനിക്ക് ഒരു 2 മണി സമയമായി കാണും, ഒരു നട്ടുച്ച സമയം. നമ്മുടെ ഏലത്തിന് പണിക്കാരുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം, അതായത് സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചിരിക്കുന്നു, ആകാശത്ത് മേഘത്തിൻ്റെ ഒരു പൊട്ട് പോലുമില്ല. പെട്ടെന്ന് ഒരു തുള്ളി വെള്ളം എൻ്റെ തലയിൽ വന്ന് വീണു. മഴ പെയ്തില്ല. ഞാനതിങ്ങനെ വലത് പൈത്തുകൊണ്ട് ഇങ്ങനെ തുടച്ച് നോക്കിയപ്പോൾ എൻ്റെ കൈപ്പത്ത് നിറച്ച് വെള്ളം. അപ്പോൾ അതോടെ എനിക്ക് ബോധ്യമായി ഇനിയിപ്പം നമ്മൾ അടയാളം ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഉടമ്പടി ശരിക്കും ട്രാക്കിൽ തന്നെയാണ്. ഇനി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള ആ ഒരു ദൈവവചനം മാത്രം പാലിച്ചാൽ മതി. അങ്ങനെ അത് മുമ്പോട്ട് പോയി. പക്ഷേ എന്നിട്ടും എൻ്റെ കാര്യങ്ങളിലൊന്നും യാതൊരു നടപടിയും തീരുമാനമായില്ല. ഉടമ്പടികൾ കൃത്യമായിട്ട് പുതുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 3ാമത്തെ ഉടമ്പടി പുതുക്കലായി. 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു നിയോഗമായിട്ട് വെച്ചു, ദൈവമേ ഈ ഉടമ്പടി കാലയളവിനുള്ളിൽ, അതായത് ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പായിട്ട് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി, യാതൊരു മാറ്റവുമില്ല. എന്നാൽ കൃത്യം ഈ ഉടമ്പടി തീരുന്നതിൻ്റെ അവസാന മണിക്കൂറിൽ, അതായത് എനിക്ക് അതിൻ്റെ തലേ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു, എനിക്കിന്ന് തൃശ്ശൂരിൽ ഒരു കോടതി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കോടതി പോകാൻ വേണ്ടി ഞാൻ ഈ തൃശ്ശൂരിൽ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ലോഡ്ജിൽ റൂം എടുത്തു. ഒന്നുകൂടെ ഓർക്കണം, അന്ന് ഉടമ്പടി തീരുന്ന ലാസ്റ്റ് ദിവസമാണ്. ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് ഈ ഉടമ്പടി കാലയളവിനുള്ളിൽ എൻ്റെ ആവശ്യം സാധിച്ചു തരണമെന്നതായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 9:30 മണിയായപ്പോഴത്തേക്ക് കുർബാന കഴിഞ്ഞു. ഞാൻ കാപ്പ് കുടിച്ച് കോടതിയിൽ പോകാനായിട്ട് ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഫോൺ വന്നു, എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിലാണ്, എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യണം എന്നുള്ളത്. അത് നോക്കുക, ഏകദേശം ആ സമയത്തായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയത്. ഞാൻ 1ാമത്തെ ബാച്ചിലായിരുന്നു ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കിയത്. അത് 7 മണിക്ക് കയറിയാൽ ഏകദേശം ഒരു 9:10 മണിയോടുകൂടി ആ ഉടമ്പടി പുതുക്കി നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പോൾ ആ സമയം വരെ അതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമയോടെ കാത്തിരിക്കണം. അപ്പോൾ അതിന്മേലും ഈ അച്ചപ്പോഴും പറയും മാതാവിന് സമയത്തിന്മേൽ അധികാരമുണ്ട്, സമയത്തിന്മേൽ അധികാരമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് സമയച്ചുരുക്കം എനിക്ക് അനുഭവിച്ചില്ലെങ്കിലും സമയത്തിന്മേൽ മാതാവിനുള്ള അധികാരമുണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഇനി സമയച്ചുരുക്കം ലഭിക്കാത്തത് വേറെ വലിയൊരു കാര്യമാണ്. കാര്യം വെച്ചാൽ എനിക്ക് നേരത്തെ നടന്ന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇടുക്കി ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരാളെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഞങ്ങൾ തമ്മിൽ വാടാ ബന്ധമാണെന്ന് പറയും. അത്രയും അടുത്താണ്. ഇപ്പോൾ നമുക്ക് ദൈവമായിട്ട് അതുപോലെ ഒരു ബന്ധം ഈ ഉടമ്പടിയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു.